വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്ക്. ശനിയാഴ്ച രാത്രി ഒറ്റപ്പാലത്ത് നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നതിനിടെയാണ് പിലാത്തറ സ്വദേശി കബീറിന് പൂളക്കുണ്ട് ഡബിൾ പോസ്റ്റിന് സമീപമുള്ള കുഴിയിൽ വീണ് പരിക്കേറ്റത്. കൈക്കും കാലിനും മുറിവേറ്റിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തലയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുഴിയിൽ വീണ് ബൈക്കിൽ നിന്ന് മറിഞ്ഞ സംഭവം എതിരെ വന്ന ഓട്ടോ വെട്ടിച്ചു മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവായതായും കബീർ പറഞ്ഞു. അപകട ഭീഷണി ഉയർത്തി നിരവധി കുഴികളാണ് പാതയിലുള്ളത്. കുഴികൾ അടയ്ക്കുന്നതിനായി നിരവധി തവണ ഒറ്റപ്പാലം AEയോട് ആവശ്യപ്പെട്ടതായും എന്നാൽ മഴ നിന്ന ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കബീർ പറഞ്ഞു. പാതയിലെ കുഴികൾ ഉടൻ അടയ്ക്കുന്നതിനായി വീണ്ടും പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചതായി കബീർ പറഞ്ഞു. ചുനങ്ങാട്ടെ CPIM പ്രവർത്തകനാണ് കബീർ. ഒറ്റപ്പാലത്ത് നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എൻ്റെ ബൈക്ക് ഈ കുഴിയിൽ വീണാണ് എനിക്ക് അപകടമുണ്ടായത്. ഈസ്റ്റ് ഒറ്റപ്പാലം മുതൽ മുരുക്കുംപറ്റ വരെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായാണ് കിടക്കുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇരുചക്രവാഹനങ്ങൾ നിരവധിയാണ് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലതവണ ഉദ്യോഗസ്ഥരോട് ഈ കുഴികളുടെ കാര്യം സൂചിപ്പിച്ച് വിളിച്ച് പരാതി പറഞ്ഞപ്പോഴും മഴ പോട്ടെ എന്നിട്ട് നന്നാക്കി തരാം എന്ന് പറയുകയല്ലാതെ ഇതുവരെയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഫണ്ടുകളും റോഡ് നന്നാക്കുന്നതിനും മറ്റുമൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് തക്കതായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഴികളെല്ലാം നികത്തി ജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.